ഒരു മിനിറ്റ് മിഥുനെ ഞാനൊന്ന് പറയട്ടെ. ഈ മിഥുൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയല്ലോ. ഇതിനകത്ത് മനസ്സിലാക്കണം, IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മലബാർ മേഖലയിൽ മദ്രസയോട് ചേർന്നുകൊണ്ട് കേരള പോലീസ് അവിടേക്കുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ദുആ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. പിന്നെ നിമിഷ ഫാത്തിമയും മെർലിനും ഒക്കെ യമനിലേക്കും സിറിയയിലേക്കും പോയിട്ടുള്ളത് എന്തിനാണ് സ്മൃതി? അത് ഈ മതഭീകരവാദത്തിലേക്കും IS ഭീകരവാദത്തിലേക്കും തന്നെയാണ്. അത് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മതപരിവർത്തനം ലീഗലാക്കപ്പെടും. ഒരാൾ മറ്റൊരു മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മതനിയമപ്രകാരമാണെങ്കിൽ അത് ലീഗലൈസ്ഡ് ചെയ്യും. അതുകൊണ്ട് ഈ കേരളത്തിൽ 5000-ഓളം യുവതികൾ 10 വർഷം കൊണ്ട് ഈ മതമാറ്റ പരിവർത്തനത്തിന് വിധേയമായിട്ടുള്ളത് സംഘടിതമാണെന്നുള്ളത് സത്യമാണ്. അതിനകത്ത് വേറെ ക്ലാരിറ്റി വേണ്ട. പിന്നെ നേരത്തെ കുടുംബപരവുമായി ബന്ധപ്പെട്ടു. ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിൻ്റെയും വ്യക്തികളുടെയും കുടുംബത്തെ പറയുന്ന ആളുകളല്ല. ഞങ്ങൾ ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയെ പോലും ഞങ്ങൾ മോശമായിട്ട് പദപ്രയോഗം നടന്ന പ്രസ്ഥാനമല്ല RSSും BJPയും. ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട്. ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അല്ലെ നമുക്ക് എല്ലാവർക്കും പോകണമല്ലോ. ഒരു മിനിറ്റ്. ഹിന്ദു മഹാസമ്മേളനം ഈ പൃഥ്വിരാജ് നോക്കൂ അങ്ങ് പറയല്ലേ അങ്ങ് ഇവിടെ കുറെ സാധനം മുൾമുലയിട്ട് ഞാൻ ഒറ്റ മിനിറ്റ് കൂടെ ഈ പൃഥ്വിരാജിന്റെ പിതാവിനെ കുറിച്ച് നിങ്ങൾ BJPക്കാരും അല്ലെങ്കിൽ സംഘപരിവാർ അങ്ങനെ മോശമായി ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് 1991 നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. എടപ്പാളിൽ നിന്ന് മലബാർ കലാപത്തിന്റെ അല്ല പിന്നെ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറഞ്ഞു പോകല്ലേ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഇടുന്ന കമന്റുകൾ കേട്ട് അതൊക്കെ RSSും സംഘപരിവാറാണെന്ന് പറയല്ലേ. രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ, RSSനെയും സംഘപരിവാറിനെയും മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് മക്കളെയും പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും RSSന്റെ ശാഖയിലേക്ക് അയച്ചാലാണ് സുകുമാരൻ. അവർക്കൊരു വ്യക്തത പറയട്ടെ പൃഥ്വിരാജിൽ പിന്നീട് പൃഥ്വിരാജിലുണ്ടായ മാറ്റം, ആ മാറ്റം വാര്യൻ വ്യക്തിപരമായ നിലപാടുകൾ അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യാൻ ഇവിടുത്തെ ജിഹാദി സംഘം ശ്രമിക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണല്ലേ. ഒരു മന്ദബുദ്ധിയായിട്ടാണ് ഇവിടെ പൃഥ്വിരാജിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ആർക്കെങ്കിലും ഒക്കെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞൊരു മന്ദബുദ്ധി അല്ലേ? സായി കൃഷ്ണ, Debate with Smriti Parathikkad.